അപ്പൊ ചേച്ചി, നമ്മുടെ ഇന്നത്തെ എപ്പിസോഡ് സംഗീതം കൊണ്ട് മനോഹരമാക്കാൻ ഒരു മിടുക്കി കുട്ടി ഇവിടെ റെഡി ആയിട്ട് നിൽക്കുന്നുണ്ട്. പാട്ടല്ല, വീണയാണ്. വീണാനാദം നമ്മൾ കേൾക്കാൻ പോവാണ്. അപ്പൊ ചേച്ചിക്ക് ഇഷ്ടമുള്ള പാട്ടുകളായിരിക്കുമെന്ന് പ്രതീക്ഷിക്കാം അല്ലെ? എന്തായാലും ഒരുപാട് സ്നേഹത്തോടെ റെഡ് കാർപ്പറ്റിന്റെ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു അഹല്യ മീനാക്ഷി. അപ്പോ അഹല്യ മീനാക്ഷി റെഡ് കാർപ്പറ്റിലേക്ക് സ്വാഗതം. വലിയൊരു പേരാണ്. വീട്ടിലെന്താ വിളിക്കുന്നത്? മീനൂട്ടി എന്നാണോ അഹല്യ എന്നാണോ? മീനാക്ഷി. മീനാക്ഷി എന്ന് വിളിക്കും. ഈ അഹല്യ മീനാക്ഷി ഒറ്റ പേരല്ലേ? അതെ. ഗീത ചേച്ചിക്ക് എങ്ങനെയാണ് വീണ എന്ന് പറയുന്ന ഇൻസ്ട്രുമെന്റ് ഇഷ്ടമാണോ? വീണയില് പാട്ട് കേൾക്കാൻ ഇഷ്ടമാണോ? ഇഷ്ടം, ഭയങ്കര ഇഷ്ടമാണ്. തമിഴ്നാട്ടിലൊക്കെ ഭയങ്കര. അതെ അതെ അതെ. ചേച്ചി ഏതെങ്കിലും ഫിലിമില് വീണ വായിക്കുന്ന അങ്ങനെ വടക്കൻ വീരഗാഥയില്? ഇല്ല, ശ്രുതിന്ന് പടത്തില്. നെടുമുടി വേണു സാർ, ഞാനും മുകേഷ് അവരുടെ പടത്തില് അതിലൊരു വീണ ആർട്ടിസ്റ്റ് ആയിട്ട് അഭിനയിച്ചു. അപ്പൊ കുറച്ചെങ്കിലും വീണ പഠിച്ചിരുന്നോ? ഇടയ്ക്ക് എല്ലാം ഷോർട്ട് ഡാൻസ് പോലെ തന്നെ അതും. എങ്ങനെയാണ് മോള് വീണയിലേക്ക് വരുന്നത്? അമ്മയ്ക്ക് വീണ ഭയങ്കര ഇഷ്ടമാണ്. അമ്മയ്ക്ക് എല്ലാം ഇഷ്ടമാണ്. അങ്ങനെ 8 വയസ്സിലായിരുന്നു ഞാൻ എന്നെ കൊണ്ട് ഓൺലൈനിലായിരുന്നു അങ്ങനെ പഠിക്കാൻ ചേർന്നു. ആദ്യമൊക്കെ ഇത്തിരി ബുദ്ധിമുട്ടായിരുന്നു, ഓൺലൈനൊക്കെ ആയോണ്ടും അങ്ങനെ. അപ്പൊ ഓൺലൈൻ എന്ന് പറയുമ്പോ ഈ അടുത്തിടെയാണോ പഠിച്ചു തുടങ്ങിയത്? അല്ല, പണ്ട് മുതൽ ഓൺലൈനാണ്. കാരണം എന്താണ്? കുട്ടി കുവൈറ്റിലാണ് അല്ലെ? കുവൈറ്റിൽ നിന്ന് നമ്മുടെ പ്രോഗ്രാമിൽ പങ്കെടുക്കാൻ എത്തിയിരിക്കുകയാണ്. അതൊരു വലിയ സന്തോഷമാണ്. അപ്പൊ ഈ കുവൈറ്റിലെ അന്ന് ഈ നാട്ടിലെ ഓൺലൈൻ പഠനം അതായത് വീണ പഠിക്കുന്നത് കുറച്ച് ബുദ്ധിമുട്ടാണെന്ന് പറഞ്ഞു. അപ്പൊ എങ്ങനെയാണ് അത് ഒന്ന് എളുപ്പമാക്കാൻ എന്തെങ്കിലും പൊടിക്കൈകളൊക്കെ ഉണ്ടായിരുന്നോ? ആ സാറാണ് എല്ലാം സഹായിച്ചത്. 4 ഗുരുക്കന്മാരുണ്ട് എനിക്ക്. ആദ്യം അനന്തപത്മനാഭൻ സാറിൻ്റെ അടുത്താണ് തുടങ്ങിയത്. പിന്നെ സുമാ സുരേഷ് വർമ്മ മിസ്, പിന്നെ ധർമ്മതീർത്ഥൻ സാറും, പിന്നെ ഇപ്പോൾ ബൈജു സാർ എന്ന് പറഞ്ഞ സാറിൻ്റെ കൂടെയാണ് പഠിക്കുന്നത്. 4 മാസ്റ്റർ. ഗായത്രിയെ കേട്ടിട്ടുണ്ടോ? വീണ ഗായത്രി അവരോടൊക്കെ കേട്ടിട്ടുണ്ടോ? യൂട്യൂബിലൊക്കെ കാണാറുണ്ട്. എല്ലാവരുടെയും അവർ ഫേമസ് അല്ലേ? ചെറുപ്പം തൊട്ട് അവർ ചെയ്യാൻ തുടങ്ങിയല്ലേ ഗായത്രി. പിന്നെ ഇപ്പൊ എന്താണ് പഠിക്കുന്നത്? ഇപ്പൊ ഞാൻ 12th കഴിഞ്ഞു. എന്നിട്ട് നാട്ടിലെ കോളേജിന് വേണ്ടി വന്നതാണ്. അമൃത കോളേജിൽ ജോയിൻ ചെയ്യാൻ ആഗ്രഹിക്കുന്നത്? ACCയും കൂടെ ചെയ്യുന്നുണ്ട്, ലക്ഷ്യ എന്ന് പറഞ്ഞ സ്ഥലത്ത്. ഇനി നമുക്ക് വീണയല്ലാതെ വേറെ എന്തെങ്കിലും കലാരൂപം പഠിക്കുന്നുണ്ടോ? ചെയ്യാൻ ഇഷ്ടമുണ്ടോ? ഡാൻസ് പഠിച്ചിട്ടുണ്ട് കൊച്ചിലെ. 9ാം ക്ലാസ് വരെയൊക്കെ പഠിച്ചിട്ടുണ്ട്. ഭരതനാട്യം അരങ്ങേറ്റവും കഴിഞ്ഞിട്ടുണ്ട്. ഈ അഹല്യയുടെ സംസാരം കേട്ട് കഴിഞ്ഞാൽ അല്ലെങ്കിൽ രൂപം കണ്ടു കഴിഞ്ഞാൽ കുവൈറ്റില് പഠിച്ചു വളർന്ന ഒരു കുട്ടിയാണെന്ന് തോന്നുന്നേ ഇല്ല. നമ്മുടെ ഇവിടെ തൊട്ടടുത്ത നാട്ടിൻപുറത്ത് ഒരു കുട്ടിയാണെന്ന് തോന്നുന്നു. അത് ഞങ്ങൾക്ക് വേണ്ടിയിട്ട് ഇങ്ങനെ വേഷമൊക്കെ ഇട്ട് പാവായിട്ട് നിൽക്കുന്നതാണോ? എല്ലാ സമയത്ത് അങ്ങനെയാണോ? കുവൈറ്റിലും അങ്ങനെ കൊറിയൊക്കെ ഇട്ടാ സ്കൂളിൽ പോവാറ്. അയ്യടാ, കുറിയൊക്കെ ഇട്ടാണ് സ്കൂളിൽ പോകുന്നത്. ഈ മുടി നല്ല നല്ല നീളമുള്ള മുടി. കുവൈറ്റിൽ സാധാരണ എല്ലാവരും പറയുമല്ലോ ഹെയർ ഭയങ്കര ബുദ്ധിമുട്ടാണെന്ന് പറഞ്ഞ് കട്ട് ചെയ്യുക, അങ്ങനെയൊക്കെയാണ് ഞാൻ കണ്ടിരിക്കണം. അങ്ങനെയൊന്നുമില്ല. ഇല്ല, മുടി ഭയങ്കര ഇഷ്ടമാണ്. മുടിയൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. എന്തായാലും നമുക്ക് കൂടെ വന്നിരിക്കുന്ന അച്ഛനെയും അമ്മയും കൂടി പരിചയപ്പെടാം. നമസ്കാരം, 2 പേർക്കും റെഡ് കാർപ്പറ്റിലേക്ക് സ്വാഗതം. നിങ്ങളും കുവൈറ്റിൽ തന്നെയാണ്? ഇവര് ഫാമിലി ആയിട്ട് ഞങ്ങൾ അവിടെയാണ്. ഒരു മോനും കൂടെ ഉണ്ട്. ഇവർ 2 പേരും അവിടെയാണ് ജനിച്ചതും വളർന്നതും. പഠിച്ചത് 12 വരെ അവിടെ പഠിച്ചു. നിങ്ങൾ ആരെയും കണ്ടാലും ഒരു പ്രവാസി മലയാളികളാന്ന് തോന്നുന്നേ ഇല്ല. അമ്മയുടെ കഴിവാണ്. ഇതിലൊന്നും ഞാനല്ല. ചേട്ടൻ എന്ത് ചെയ്യാണ്? ഞാൻ ഒരു കമ്പനിയിൽ ക്ലിയറൻസ് വർക്ക് ചെയ്യുന്നു. പേര് പറഞ്ഞില്ല. എന്റെ പേര് രവീന്ദ്രൻ. സംഗീതവുമായിട്ട് എന്തെങ്കിലും ബന്ധമുണ്ടോ? സംഗീതമായിട്ട് എനിക്കൊന്നുമില്ല. വൈഫാണ്. ശരി, അപ്പൊ അമ്മയെ പരിചയപ്പെടാം. നമസ്കാരം. നമസ്തേ. പേര്? രേഖ. അപ്പോൾ രേഖ അമ്മയ്ക്കാണ് സംഗീതവുമായിട്ടും ഈ കേരള തനിമ നിങ്ങളുടെ ഫാമിലിയിൽ കൊണ്ടുവരാൻ ഏറ്റവും കൂടുതൽ ഹെൽപ്പ് ചെയ്യുന്നത് ചേച്ചിയാണെന്നാണ് അദ്ദേഹം പറയുന്നത്. അതെന്തുകൊണ്ടായിരിക്കും അങ്ങനെ? ഇഷ്ടമാണ് പണ്ട് മുതലേ. വീണ വായിക്കുന്ന ഒരു അമ്മയായാൽ അത് എല്ലാ ക്വാളിഫിക്കേഷനുമായി എന്തോ പണ്ട് മുതലേ എൻ്റെ മനസ്സിൽ വീണ അറിയാവുന്ന ഒരു അമ്മ മക്കൾക്ക് ഭയങ്കര ആശ്വാസമായിരിക്കും എന്നൊക്കെ. അതിന് എനിക്കോ കഴിഞ്ഞില്ല. അപ്പൊ മോള് അതൊക്കെ വായിച്ച് ഇങ്ങനെ കേൾക്കണമെന്ന് ഭയങ്കര ആഗ്രഹം. ഇഷ്ടം. അങ്ങനെ ഒരു ഇഷ്ടം. അപ്പൊ ഇനി മകളുടെ അടുത്ത് വേണേ കുറച്ച് വീണയൊക്കെ പഠിക്കാം അല്ലേ? സമയം കിട്ടുമ്പോൾ ചെറുതായിട്ട് വീണ പഠിക്കാം, ഡാൻസ് പഠിക്കാം. സന്ധ്യക്ക് വിളക്ക് കത്തിക്കുമ്പോഴൊക്കെ ഇങ്ങനെ മോള് വീണ വായിക്കുന്നത് ഭയങ്കര ഇഷ്ടം. കീർത്തനം പ്രാർത്ഥിക്കുന്നത് വീണ വായിച്ചിട്ടാണ്. വീട്ടിനൊരു പോസിറ്റീവ് എനർജി വരും. ചേച്ചി എന്താണ് ചോദിക്കാനുള്ളത്?
അല്ല അവർക്ക് ഇഷ്ടം, നിങ്ങൾക്ക് ഇഷ്ടം വീണ പഠിക്കാൻ, അത് നിങ്ങൾക്ക് കഴിഞ്ഞില്ല, അപ്പോൾ അവരെ പ്രഷർ ചെയ്ത് പഠിപ്പിച്ചു അല്ലേ? അവർക്ക് ഇഷ്ടമാണ്. അവർക്ക് അല്ല ഇഷ്ടം, ആദ്യം ഇഷ്ടമല്ല, നിങ്ങളുടെ പ്രഷർ കൊണ്ട് അവരെ പഠിപ്പിച്ചു. അതെ. ചേച്ചിയുടെ അമ്മയാണെങ്കിൽ ഒന്നും പഠിപ്പിച്ചില്ല. എൻ്റെ അമ്മ ഒന്നും പഠിപ്പിച്ചില്ല. ആക്സിഡൻ്റ് ആയിട്ട് ഹീറോയിനായി. പിന്നെ അതിലെ ഡാൻസും പാട്ടും എല്ലാം വീണ, കരാട്ടെ, കുംഫു എല്ലാം വന്നു. കരാത്തെ നീ അധികം പറയുന്നു. എല്ലാം വന്നു, പക്ഷെ എല്ലാം ചെയ്തു. എല്ലാം ചെയ്ത് ഹാപ്പിയായി ആളിതാ. ഇവരൊക്കെ ഗീത ചേച്ചിയുടെ സിനിമ ഒക്കെ ഒരുപാട് കണ്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവും അല്ലേ? നിങ്ങളുടെ മനസ്സിൽ പെട്ടെന്ന് വരുന്ന ക്യാരക്ടർ ഏതാണ്? വാത്സല്യ സിനിമയാണ്. വാത്സല്യം നല്ല പടം, ഏറ്റവും നല്ല സിനിമയാണ്. അതുപോലെ പഞ്ചാഗ്നി. വാത്സല്യം നിങ്ങളെ പോലെ ഒരു ക്യാരക്ടർ അല്ലേ ഞാൻ ചെയ്തത് അല്ലേ? വീടും പിള്ളേരും എല്ലാരും ചേർന്നതാണ് ഒരു പടം. നല്ല പടം. കൊച്ചിനാ നിഫ സാർ. അതെ.